ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, അനുഗ്രഹപ്രദമായൊരു ദിവസം ആത്മാർത്ഥമായിട്ട് നിനക്ക് നേരുക. ഈ ഈശോ നിന്ന് നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് നിന്നെ സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ഒരു തളർവാദ രോഗിയെ ഈശോ സുഖപ്പെടുത്തുന്ന ഒരു രംഗമുണ്ട്. അത് വളരെ രസമാണ്. അവർ ഈശോയുടെ അടുത്തെത്തുമ്പോഴത്തേക്ക് നിറച്ച ആൾക്കാരാണ്. വീടിൻ്റെ മേൽക്കൂരയൊക്കെ പൊളിച്ച് തളർവാദ രോഗിയെ കിടക്കോട് കൂടി താഴോട്ട് ഇറക്കിയാണ്. എന്നാൽ ഈ തളർവാദ രോഗിയെ കൊണ്ടുവന്ന കാര്യത്തെക്കുറിച്ച് വചനം ഇങ്ങനെ പറയുക. 3-ാമത്തെ തിരുവചനം, അപ്പോൾ 4 പേർ ഒരു തളർവാദ രോഗിയെ എടുത്തുകൊണ്ട് വന്നു. വചനം പറയാണ് 4 പേര് കൂടിയാണ് ഈ രോഗിയെ കൊണ്ടുവന്നത്. ഈ രോഗിയെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട്, തളർവാദ രോഗി നമുക്കറിയാം എത്തുവാനായിട്ട് സാധിക്കില്ല. ഈ രോഗിയെ സൗഖ്യം പ്രാപിക്കുവാനായിട്ട് ഇടവന്നത് ഈ 4 പേരുടെ കാരുണ്യം. പ്രിയ സഹോദര സഹോദരി, ജീവിതത്തിലേക്ക് ഈ വചനത്തെ ഒന്ന് ചേർത്ത് പിടിക്കാവോ? നിനക്ക് എത്രയോ പേരുടെ സൗഖ്യങ്ങൾക്ക് കാരണമായി തീരാൻ പറ്റും. എത്രയോ പേരുടെ അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരാൻ പറ്റും. എത്രയോ പേരുടെ നന്മകൾക്ക് കാരണമായി തീരാൻ പറ്റും. ഈ 4 പേര് അനങ്ങാതിരുന്നെങ്കിൽ ആ വ്യക്തിക്ക് സൗഖ്യം കിട്ടില്ല. നിൻ്റെ ജീവിതത്തിൽ നിനക്കൊരു ദൗത്യമുണ്ട്. അനേകായിരങ്ങൾക്ക് ദൈവത്തെ അനുഭവിക്കുവാനുള്ള ഒരു ഉപകരണമായിരിക്കണം നീ. അത് നിനക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂട്ടാം. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഈശോയെ, ഈ വ്യക്തിയെ സമർപ്പിക്കുകയാണ്. അനേകായിരങ്ങളിലേക്ക് നിൻ്റെ പ്രകാശം കൊണ്ടുവരുവാനായിട്ട് ഈ വ്യക്തിയെ നീ ഉപകരണമാക്കി മാറ്റണം. നിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ടെ പ്രാർത്ഥിക്കുന്നു. സകലവിധ നന്മകൾ കൊണ്ട് നിറയപ്പെടാൻ ഇടവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീന്റെ സർവ്വം, നീ എനിക്കുള്ളവൻ, നീന്റെ സർവ്വം എല്ലാറ്റിനും, നിൻ ജീവനിൻ പേർക്കാ തന്നതിനാ